ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടൊന്ന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ രാവിലെ തന്നെ ഒരു മൂടാപ്പാട്ടോ, വെയിലില്ല, മഴയാണ്, ഒരു ചെറിയൊരു മഴപ്പാറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ കടി ഇന്ന് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തർ എണിച്ച് വരുന്നുണ്ട്, ഓരോരുത്തർ എണിക്കണുള്ളൂ. അപ്പോൾ റജിക്കുട്ടി എണിച്ചതും ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അമ്മ പിന്നെ പത്തിരി വേഗം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല ഉണ്ടാക്കാൻ. അപ്പം അപ്പോൾ പത്തിരി തേങ്ങാപ്പാലും കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. റിൻഷി മോൾക്ക് ഇന്ന് എക്സാമാണ്, അതുകൊണ്ട് നേരത്തെ പോയിട്ടവൾ. പിന്നെ റിയാസ്ക നേരത്തെ വന്ന് വിളിച്ചിട്ട് പോയി. പിന്നെ ഉമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് പോയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങൾക്ക് കാലുകൊണ്ട് എന്തോ വയ്യാന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി പോയിക്കുക കേട്ടോ. കാലെന്തോ അവൻ്റെ കാലിലൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതിൻ്റെ എന്തോ ഉളുക്കം എന്തോ വന്നതെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയിക്കുക കേട്ടോ. ദൂരമല്ലേ, മണ്ണാർക്കാട് പോകണം. അപ്പം ഉമ്മ അങ്ങോട്ട് പോയിക്കണം. അപ്പോൾ വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞിട്ട് പോയത്. ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, വെയിലില്ല, ഒരേ മൂടാപ്പ്, മഴ മൂടാപ്പാണ് കേട്ടോ. രാവിലെ കുറച്ച് ഇങ്ങനെ ചാറിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് നല്ല മഴ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ പാലക്കാട് ഇങ്ങനെ ഒരു മൂടാപ്പായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ വന്ന് നിന്നാലേ എല്ലാവർക്കും വയ്യായും ജലദോഷവും പനിയും പറഞ്ഞ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പോയ ശേഷം ഞാനും ഫാത്തിമക്കുട്ടിക്ക് ചെറിയൊരു പനി പോലെ ഉണ്ട് കേട്ടോ. റജിക്കുട്ടിക്കും വയറിന് സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടാളൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 ദിവസം റെസ്റ്റാണ്. അവൻ്റെ ഫാത്തിമാനെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച വിടാമെന്ന് വിചാരിച്ചിട്ടോ. അവളുടെ വയ്യായൊക്കെ ഫുള്ളായി മാറട്ടെ. വയസ്സ് ചെയ്യാനായപ്പോൾ ഒക്കെ വയ്യായി വന്ന് തുടങ്ങി രണ്ടാൾക്കും. അപ്പോൾ ഈ മാസം രണ്ടാളിൻ്റെയും ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു വയ്യാണ്ട്. അപ്പോൾ ഞാനപ്പോൾ അവരൊക്കെ പോയ ശേഷം ഇന്നലെയൊക്കെ അടിച്ച് വാരി തുടച്ചു കേട്ടോ. പിന്നെ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം കൂടെ ആയതുകൊണ്ട് ഇവിടെ കേട്ടോ ഞാൻ നിസ്കരിക്കുക. അപ്പോൾ ആ ഭാഗം ഞാൻ നല്ല എപ്പോഴും തുടച്ച് അടിച്ച് പളിച്ച് നക്കിയിടും. പിന്നെ ഇന്നാലും കുട്ടികളിങ്ങനെ മണ്ണ് ചവിട്ടി ഇങ്ങനെ കയറ്റുമ്പോൾ എനിക്കൊരു ഇടങ്ങറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു മൂടാപ്പ് പോലെ, ഇപ്പോൾ തുടച്ച വേഗത്തിൽ ഉണങ്ങൂല. അപ്പോൾ ഇന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ചളിയൊന്നും ഇല്ലെങ്കിലും ഈ കുട്ടികൾ ബുക്കിൻ്റെ പേപ്പറും കടലാസൊക്കെ ചീന്തി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്നിങ്ങനെ അടിച്ചു വിടുക കേട്ടോ. പിന്നെ അമ്മക്ക് തുണികൾ വെക്കാൻ അലമാറില്ലാത്തതുകൊണ്ടാണ് ചെയറിൽ ഇങ്ങനെ ആക്കിയിട്ട് മുകളിലായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ബാഗിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പാൻ്റെ തുണികളുണ്ട് കേട്ടോ. അമ്മാൻ്റെ അലമാറ പിന്നെ ആങ്ങളുടെ അവിടെയാണ്. ഇവർ പിന്നെ ഇവിടെ അല്ലേ ഇരിക്കണം. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞാലും കേൾക്കണില്ല. അവിടെ പോകുമ്പോൾ വേണ്ടേന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ റജിക്കുട്ടി കാണിച്ചപ്പോൾ അവൾക്ക് പത്തിരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പത്തിനും റിയാസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാസ്ക്ക് വരുമ്പോൾ എന്തോ പൊതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും കഴിക്കാൻ എന്നുള്ളത്. അപ്പോൾ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പത്തിരിയിൽ പഞ്ചസാര ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനും ചായക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പത്തിരി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ റിയാസ്ക്ക് അത് എന്തോ വാങ്ങിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുപ്പര് കണ്ടപ്പോൾ മാനക്കടായി. അപ്പോൾ അങ്ങനെ പൊതിയും കൊണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അവൻ എന്നോട് ഓഫാക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പരിക്ക് വലിയ ചമ്മലാട്ടോ. അപ്പോൾ പൊതിയിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഉഴുന്ന് വടയാണ് കേട്ടോ. അപ്പോൾ റിയാസ്ക്കൊക്കെ എനിക്ക് ഉഴുന്ന് വട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉഴുന്ന് വടയിൽ നമ്മൾ ചട്നി, സാമ്പാർ, ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉഴുന്ന് വട നമ്മുടെ നല്ല അടിപൊളി ഉഴുന്ന് വട, നല്ല സോഫ്റ്റുള്ള അടിപൊളി ഉഴുന്ന് വട കേട്ടോ. ഉഴുന്ന് വടയും ചട്നിയും സാമ്പാറും 3 മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം ഞാനും റിയാസ്കയും റജിക്കുട്ടിയും ഫാത്തിമയൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ റിയാസ്ക കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് സ്കൂളിൽ എക്സാം ആയ കാരണം അങ്ങനെ ഓടാനും പോകാൻ പറ്റുന്നില്ല കേട്ടോ. എക്സാമിന് 12 മണിയാകുമ്പത്തിന് പോകും വേണ്ടേ. പിന്നെ രാവിലെ കൊണ്ടും വിടണം, പിന്നെ പോയി എടുക്കണം. ഇടയിൽ പിന്നെ 2-3 വട്ടം. അപ്പോൾ ഓടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണില്ല ആൾക്ക്. പിന്നെ നോക്കിയപ്പോൾ ടിവിൻ്റെ വയറൊക്കെ എലി കടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കിയായിരുന്നു റിയാസ്ക. പിന്നെ ഞാൻ റിയാസ്ക അവിടെ ഇരുന്ന് നേരാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അങ്ങനെ ഇതാ റിയാസ്ക പോകാൻ നിൽക്കുക കേട്ടോ. അപ്പം ഞാനിന്ന് അടുക്കളയിൽ പോയി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ഞങ്ങൾ 4 ആൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി കുറച്ച് കടയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ പരിപ്പിച്ചാറ് വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് തക്കാളി, എപ്പോഴും തേങ്ങ അരച്ച് കൂട്ടിയ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് തക്കാളി ഒന്ന് കടയാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ തക്കാളി കടഞ്ഞ് ചോറ് കഴിക്കണത്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കിങ്ങനെ ഇത് മാത്രം മതിയാവും കഴിക്കാൻ. അപ്പോൾ
കുറച്ച് തക്കാളിയും വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് മുളക് പൊടി മാത്രം ഇട്ടാൽ വേറെ ഒന്നും ചേർക്കൂല അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിജുക്കുട്ടി ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ അവളെ കണ്ടത്. അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്താണ് കേട്ടോ. എന്താ സൈഡിലായിട്ട് അവൾ നിൽക്കണ ഇനി കുട്ടികളുടെ ഡ്രസ്സില്ലാണ്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ. പിന്നെ ഇത് ഇങ്ങനെ ഗ്രേവി ആയിട്ട് ഇങ്ങനെയും കഴിക്കാം. പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ കറി പോലെ ആക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. അപ്പം ഞാൻ എനിക്കുള്ളത് കുറച്ച് എടുത്തിട്ട് ബാക്കി റിയാസ്ക്കാക്കും റിൻഷി മോൾക്കുള്ളത് കുറച്ച് കറി പോലെ ആക്കി കേട്ടോ. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പത്തിനും ഇനി ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും. പിന്നെ അപ്പത്തിനും ഉറങ്ങുമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അപ്പത്തിനും അതിൻ്റെ ഇടയിൽ നമ്മുടെ റജിക്കുട്ടിക്കും ഫാത്തിമക്കുട്ടിക്കൊക്കെ ചോറൊക്കെ കൊടുക്കണം. അപ്പം അവരിനൊക്കെ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാനും വെച്ച് അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്നിങ്ങനെ കിടക്കും, ഉറങ്ങൂല, വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ കിടക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ ഞാൻ ഉറങ്ങുകയും ചെയ്യും, ഞാൻ റിജുക്കുട്ടി അങ്ങനെ ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇനി മക്കൾ വന്നാൽ അവർക്ക് ചായ വെച്ച് കൊടുക്കണം. മഴയൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കൂട്ടോ. ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഒന്ന് നടക്കും. ഞാനും ഷേൽത്താത്തിയും പാടെ ഒന്നിങ്ങനെ നടക്കാൻ പോകും, അത്ര തന്നെ കേട്ടോ. പിന്നെന്താ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ റിയാസ്ക ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു റിയാസ്ക ചോറ് കഴിക്കാൻ വന്നത്. പിന്നെ റിൻഷിമോള് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ മദ്രസയിലേക്ക് പോയി. ഒക്കെ കഴിഞ്ഞ് മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. മഹരിബ് നിസ്കാരം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ അപ്പോഴാണ് ഫോൺ നോക്കിയത്. വല്ലാത്തൊരു സങ്കടമുള്ളൊരു കാഴ്ച കേട്ടോ. സോനൂനോണ്ട് പാലക്കാട് തന്നെ പന്നിയമ്പാടെന്ന് അങ്ങനെ എന്തോ, ഞാൻ ശരിക്കും നോക്കിയില്ല വാർത്ത. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പോൾ മക്കളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. അമ്മക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ പഠിച്ചോനെ. സിമെൻറ്റ് ലോറിയാന്ന് തോന്നുന്നു മറിഞ്ഞിട്ട്. എനിക്ക് മക്കളുള്ളവർക്കല്ലേ അതിൻ്റെ വേദന അറിയുള്ളൂ പറഞ്ഞ പോലെ. പഠിച്ചോനെ അവൻ്റെയൊക്കെ എന്താ പറയുക, ആഹാരം വെളിച്ചാക്കി കൊടുക്കട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകട്ടെ പഠിച്ചോനെ. എനിക്ക് കേട്ടപ്പോൾ തുടങ്ങി മനസ്സിലേക്കൊരു സമാധാനക്കേട് കേട്ടോ. നമ്മളും മക്കളെ വളർത്തുന്നത്. ഇപ്പോൾ റോട്ടിൽ പോകുമ്പോഴേ വണ്ടികൾ കാണുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. ഓരോന്ന് കേൾക്കുമ്പോൾ പഠിച്ചോനെ അമ്മക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ അല്ലേ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആ മക്കളുടെ ഫോട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം കേട്ടോ. കാണാൻ വയ്യ, എന്നാലും കാണാത്തവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക പഠിച്ചോനെ. എനിക്ക് ഇന്ന് ഉറക്കേ ഉണ്ടാവില്ല അതാലോചിച്ചിട്ട്. പ്രിൻസിമോൾ മദ്രസ വിട്ട് വരാനായിട്ട് 8:30 മണിയാവാനായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഡേ മൈ ലൈഫായിട്ട് നാളെ കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും. ഇന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഉറങ്ങുമ്പോഴൊക്കെ ആ ഓർമ്മ തന്നെ ആയിരിക്കും. റിയാസ്ക്കാക്കും ഭയങ്കര സങ്കടമായി. പഠിച്ചോൻ കാക്കട്ടെ, എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. വണ്ടിയിലൊക്കെ പോണവർ പതുക്കെ പോവുക, ക്ഷമയോടെ മെല്ലെ പോവുക. നമ്മൾ എത്ര പതുക്കെ പോയാലും വരുന്നവർ ശരിയുണ്ടാവില്ല. അതൊക്കെയാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ അവിടുത്തെ റോഡും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാർത്തയിൽ മൊത്തം അതുള്ളൂ. അപ്പം എന്നാൽ ശരി കേട്ടോ. ആകെ ടെൻഷനിലാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.